ഞാനിവിടെ ചെയ്യുന്നത് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണേ. അതിനു വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ടേ. ഇനി അടുപ്പ് കത്തിച്ചിട്ട് കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ക്യാരറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ തിളച്ച പാല് ആറിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കറിൽ ഒരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് 2 വിസിലായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത ആ ക്യാരറ്റ് വെന്തോന്ന് നോക്കുവാണേ. വെന്തിട്ടുണ്ടത്. ഇനി നമ്മൾ ഒരു മിക്സിയിലേക്ക് ഈ ക്യാരറ്റ് എല്ലാം കൂടിയിട്ട് ഇടണം. പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ അരിപ്പൊടിയും കൂടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ആ നമ്മളുടെ കുക്കറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തത്. അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യ് പുരട്ടിയിട്ട് ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത ആ മിക്സ് എടുത്ത് അതിലോട്ട് ഒഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാനൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു, റൗണ്ട് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനത് ഓവനിലാണ് വെച്ചിട്ടുള്ളത്. 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയിൽ കൂട്ടത്തിൽ ആവി കയറ്റിയെടുക്കുന്ന രീതിയിൽ വെച്ചാലും മതി, കുഴപ്പമില്ല. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് അരിപ്പൊടിയും, പഞ്ചസാര ഇടുന്ന അതേ അളവിന് വേണം അരിപ്പൊടി എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ഞാൻ കാഷ്യൂനട്ടിൻ്റെ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിടണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. അതിന് വേറെ ഇളക്കാൻ ഇട്ടാലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സിയിട്ട് അടിച്ചെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ സമയം തന്നെ നമ്മുടെ ബാറ്ററും വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതില്ലേ, അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓവനിൽ തന്നെ 180 ഡിഗ്രിയിൽ 15 മിനിറ്റത്തേക്ക് ഞാൻ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡലി കൂട്ടത്തിൽ വെക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, രണ്ടാമത് അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് കിട്ടുമ്പോൾ അത് വിട്ട് വരുന്ന രീതിയിലിരിക്കണം കേട്ടോ, എന്നാലും അത് വെന്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന് ശേഷം തണുത്തിട്ട് 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും.